വീണ്ടും ഇടപ്പള്ളിയിലേക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുകയാണ്. Right and left, cut! बोलो भारत माता की जय! बोलो भारत माता की जय! बोलो भारत माता की जय! रामचंद्रन अमर रहे! रामचंद्रन अमर रहे! रामचंद्रन अमर रहे! तीव्रवादम തുലയട്ടെ! ആതങ്കവാദം തുലയട്ടെ! നമ്മളെല്ലാം ഒന്നാണ്! നമ്മളെല്ലാം ഒന്നാണ്! നമ്മളെല്ലാം ഒന്നാണ്! बोलो भारत माता की जय! बोलो भारत माता की जय! बोलो भारत माता की जय! ഇടപ്പള്ളിയിലെ രാമചന്ദ്രന്റെ വീട്ടിൽ നിന്നും മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ പ്രാർത്ഥനകൾ നടക്കുകയാണ്. ഭാരത് മാതാ കി ജയയുടെ അന്തിമോപചാരം അർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. ഇപ്പോൾ സംസ്ഥാന പ്രതിനിധികളായ മന്ത്രിമാർ, ജനനേതാക്കൾ, MP-മാർ, MLA-മാർ, കേന്ദ്രമന്ത്രി തുടങ്ങി നിരവധി ആളുകളാണ് ഇടപ്പള്ളിയിലെ രാമചന്ദ്രന്റെ വീട്ടിലുള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട N. രാമചന്ദ്രൻ നായർക്ക് സംസ്ഥാനവും രാജ്യവും വിടവാങ്ങൽ നൽകുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ കൊച്ചി ഇടപ്പള്ളിയിലെ വീട്ടിലാണ്, നീരാഞ്ജനത്തിലാണുള്ളത്. നീരാഞ്ജനത്തിൽ നിന്നും ശ്മശാനത്തിലേക്ക് ഇനി മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാര്യ ഷീല, മക്കൾ ആരതി, അരവിന്ദ്, കൊച്ചുമക്കൾ തുടങ്ങിയവരെല്ലാം തന്നെ N. രാമചന്ദ്രൻ്റെ മൃതദേഹത്തിൽ നിന്ന് വൈകാരികമായി ഒരു വിടവാങ്ങൽ നൽകുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നാട്ടിലും. അതോടൊപ്പം തന്നെ എല്ലായിടത്തും വളരെ സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു N. രാമചന്ദ്രൻ നായർ. മികച്ച ഒരു പൊതുപ്രവർത്തകനായിരുന്ന അദ്ദേഹത്തെ ആ നാട് വളരെ വേദനയോടുകൂടി യാത്രയാക്കുന്ന വൈകാരികമായ കാഴ്ചയാണ്. രാമചന്ദ്രൻ നായരെ നേരിട്ടും അല്ലാതെയും അറിയാവുന്നവരെല്ലാം തന്നെ പൊതുദർശനത്തിന് എത്തിയിരുന്നു. ഇപ്പോൾ മൃതദേഹം ശ്മശാനത്തിലേക്ക് എടുക്കുന്ന കുടുംബാംഗങ്ങളാണ്. രാമചന്ദ്രൻ നായരുടെ മകളും അതോടൊപ്പം മറ്റു ബന്ധുക്കളും ചേർന്നാണ് ആ മൃതദേഹം ശ്മശാനത്തിലേക്ക് മാറ്റുന്നത്. ഏറെ വേദന ഉളവാക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇടപ്പള്ളിയിലെ നീലാഞ്ജനം എന്ന വീട്ടിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഒരു മനുഷ്യൻ മക്കളുമായി, കൊച്ചുമക്കളുമായി സ്വന്തം രാജ്യത്ത് വളരെ ക്രൂരമായ രീതിയിൽ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് വെടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മകൾ ആരതിയെ നമുക്ക് കാണാം. അവിടെ ആരതിയാണ് ധീരമായി ഈ സംഭവത്തെ അതിജീവിക്കുകയും കുടുംബാംഗങ്ങളെ സുരക്ഷിതമായി ഹോട്ടലിലേക്കും പിന്നീട് അവിടെ നിന്ന് നാട്ടിലേക്കും എത്തിക്കുന്നത് വരെ അച്ഛൻ്റെ വിയോഗം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്ത ധീരയായ മകളാണ്